ഏവർക്കും എൻ്റെ തിരുവോണ ആശംസകൾ. ഓണം എന്ന് പറയുന്നത് കേരളീയരുടെ ഒരു പൊതു ഉത്സവമാണ്. ബഹുസ്വരതയുടെ, കൂട്ടായ്മയുടെ, മതസൗഹാർദ്ദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, വാത്സല്യത്തിൻ്റെ, ഒത്തൊരുമയുടെ, എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. ആ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന ഒട്ടേറെ ഐതിഹ്യങ്ങളും കഥകളും സങ്കല്പങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് അത്ര കണ്ട് കേട്ടറിയാത്ത ചില കഥകൾ, ചില സങ്കല്പങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയും നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഓണ ആശംസകൾ നേരുന്നതിന് കൂടി വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ എസ് വിഷൻ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഷുക്കൂർ തരുവണ. ഒട്ടേറെ ഐതിഹ്യങ്ങൾ, സങ്കല്പങ്ങൾ, കഥകൾ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മഹാബലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മാവേലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് പങ്കുവെക്കുന്ന കഥകൾ ഒരുപക്ഷെ നിങ്ങളിൽ കുറഞ്ഞ ആളുകളെങ്കിലും കേൾക്കാത്തതാവാനാണ് സാധ്യതയുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഏതാനും ദിവസങ്ങളായി ചില മതപുരോഹിതന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഞാൻ കേൾക്കാനിടയായിട്ടുണ്ട്. ബഹുസ്വരതയുടെ, വൈവിധ്യങ്ങളുടെ മഹത്തായ പാരമ്പര്യവും സംസ്കാരവുമുള്ള ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്നവർ നമ്മുടെ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ കൃത്യമായി അനുഷ്ഠിക്കുകയും ആചരിക്കുകയും ചെയ്തുകൊണ്ട് തന്നെ മറ്റുള്ള മതവിശ്വാസികളുടെ വിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരുടെ ആ ആഘോഷ പരിപാടികളിൽ പങ്കാളികളായിക്കൊണ്ട് നമ്മുടെ ബഹുസ്വരതയും മതസൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള പരസ്പരം സമന്വയത്തിലധിഷ്ഠിതമായ, സ്നേഹത്തിലധിഷ്ഠിതമായ, വാത്സല്യത്തിലധിഷ്ഠിതമായ ഒരു പ്രവർത്തനമാണ് ഇന്ത്യക്കാർ എന്നുള്ള നിലക്ക് നമുക്കിടയിൽ ഉണ്ടാവേണ്ടതെങ്കിൽ നമ്മുടെ വിശ്വാസം എത്ര വലുതാകട്ടെ, ആ വിശ്വാസത്തെ 100% മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരുടെ സന്തോഷത്തിൽ പങ്കാളികളാവുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു മാനവിക സ്നേഹമുള്ള മനുഷ്യന്റെ ബാധ്യത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ജൽപ്പനങ്ങൾ പറയുന്ന ആളുകളെ മാറ്റി നിർത്തേണ്ടത് സമൂഹത്തിന്റെ പൊതുവായ ബാധ്യതയാണ് എന്നാണ് ഞാൻ ആദ്യമായി പറയുന്നത്. ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായി കേൾക്കുന്ന കഥകൾക്കപ്പുറം വിജ്ഞാനന്ദ പുരാണം പോലുള്ള അപൂർവം രേഖകളിൽ മറ്റു തരത്തിലുള്ള ഐതിഹ്യങ്ങളും രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതിലുള്ള ഒരു ഐതിഹ്യമാണ് കേരളത്തിൽ നന്മയുടെയും സന്മനസ്സിൻ്റെയും സമത്വത്തിൻ്റെയും സമഭാവനയുടെയും കളവും ചതിയുമില്ലാത്ത നീതിയിൽ അധിഷ്ഠിതമായ ഭരണം മഹാബലി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗലോകത്തുള്ള ദേവന്മാർക്ക് അസൂയ ഉണ്ടാവുകയും അങ്ങനെ അവരുടെ പ്രാധാന്യം ഇല്ലാതാകുമെന്ന ഭയത്താൽ അസൂയ പോണ്ട ദേവന്മാർ മഹാവിഷ്ണുവിനെ കണ്ടുകൊണ്ട് ഈ മഹാബലിയുടെ പോക്ക് അത്ര ശരിയല്ല, അതുകൊണ്ട് മഹാബലിയെ നശിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ മഹാവിഷ്ണു മഹാബലിയുടെ അടുത്തെത്തുകയും ഈ ദേവന്മാരുടെ അസൂയയിൽ നിന്നും മഹാബലിയെ രക്ഷിക്കുന്നതിന് വേണ്ടി സുതല എന്ന് പറയുന്ന മറ്റൊരു സ്വർഗലോകത്തേക്ക് അദ്ദേഹത്തെ ഉയർത്തുകയും ചെയ്തു എന്നാണ് വിജ്ഞാനന്ദ പുരാണം പോലുള്ള അപൂർവം രേഖകളിൽ മഹാബലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള കഥകൾ. തൃക്കാക്കര ക്ഷേത്രത്തിൽ പൂക്കളമിടാൻ മഹാബലി തന്നെ പൂക്കളുടെ പേരുകൾ നിർദ്ദേശിച്ചു എന്നുള്ളതാണ് ഈ ഐതിഹ്യത്തിൽ പറയുന്നത്. തുമ്പപ്പൂവും മുക്കുറ്റിപ്പൂവും തെച്ചിപ്പൂവുമാണത്രേ മഹാബലി കേരളം സന്ദർശിക്കുന്ന ഈ ഓണവേളയിൽ തൃക്കാക്കര ക്ഷേത്രത്തിൽ പൂക്കളമിടാൻ വേണ്ടി ആവശ്യപ്പെട്ട പൂക്കൾ എന്നാണ് തൃക്കാക്കര ഓണപ്പൂവ് എന്ന ഐതിഹ്യമാലയിലുള്ളത്. അതിൻ്റെ പിന്നിലും ഒരു ഐതിഹ്യമുണ്ടത്രേ. വാമനൻ 3 അടി അളന്നപ്പോൾ മഹാബലിക്ക് ഭൂമിയിൽ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്തൊരവസ്ഥ വരികയും ആ അവസ്ഥയിൽ വിനീത ഭാവത്തിൽ നിൽക്കുന്ന മഹാബലിയെ കണ്ട് സങ്കടം പൂണ്ട ഭൂമിയിലെ ചെറുപുല്ലുകളും തുമ്പച്ചെടികളും
തങ്ങളുടെ തല കുനിച്ച് മഹാബലിക്ക് പാദങ്ങൾ വെക്കാനുള്ള ഇടം നൽകുകയും ചെയ്തു. ഓണപ്പൂക്കളത്തിൽ പ്രധാനപ്പെട്ട ഒരു പൂവാണ് തുമ്പപ്പൂ. ഇതുപോലെ ഒട്ടേറെ ഐതിഹ്യങ്ങൾ മഹാബലിയുമായും മഹാവിഷ്ണുവുമായും വാമനനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും കേരളത്തിൻ്റെ ഈ മഹോത്സവമായ ഓണാഘോഷത്തിൽ നമ്മുടെ വിശ്വാസത്തെ ദൃഢമായി മുറുകെ പിടിക്കുകയും ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുകയും മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെയൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് പരസ്പരം എല്ലാവരുടെയും ആഘോഷ പരിപാടികളിൽ പങ്കാളികളാവുകയും ആ ആഘോഷത്തിൽ ഓരോ കണ്ണികളായി മാറുകയും ചെയ്തുകൊണ്ട് കൊണ്ടും കൊടുത്തും ഈ ഇന്ത്യയുടെ പരമ്പരാഗതമായ ബഹുസ്വരതയും പാരമ്പര്യവും സംസ്കാരവും നിലനിർത്തുന്നതിന് നമ്മൾ ഏവരും തയ്യാറാകണമെന്ന് ആവശ്യപ്പെടുന്നതോടൊപ്പം തന്നെ ഇന്ത്യയെ ശിഥിലീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യയിലെ ഉഗ്ര തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്കും സ്വയം സേവക സംഘങ്ങൾക്കും അതോടൊപ്പം തന്നെ തീവ്ര ദേശീയവാദികൾക്കുമൊന്നും അവസരം കൊടുക്കാതെ ഇത്തരം ആഘോഷങ്ങളെ ഒരു സമൂഹത്തിന്റെ ബഹുസ്വരതയുടെ ഈ വൈവിധ്യങ്ങളുടെ ഒരു പരിച്ഛേദമായി കാണാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും തിരുവോണ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.